എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ് നോക്കിയാണ്ടല്ലോ കുറച്ച് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അറിയില്ല, ഫുള്ള് ക്യൂട്ട് എസ്തെറ്റിക് സ്റ്റേഷനറി പ്രൊഡക്ട്സ് ആട്ടോ. ഈ ഇപ്പം ഇങ്ങനത്തെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ കവായ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കവായ് സ്റ്റേഷനറി, കവായ് സ്റ്റിക്കേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ കവായ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ കവായ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ലാംഗ്വേജിൽ ക്യൂട്ട് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പം ഞാൻ കുറേ മലയാളത്തിൽ ഈ ക്യൂട്ട്നെസ്സിന് എന്താ പറയുകയെന്ന് ആലോചിച്ച് പെട്ടെന്ന് കത്തിയില്ല. പക്ഷെ എൻ്റെ ഉമ്മയും ഉമ്മച്ചിയൊക്കെ എപ്പോഴും പറയാം അതിർപ്പം എന്ന് പറയലുണ്ട്. നമ്മൾ ഈ കോഴിക്കോട്ടുകാരെ ഭയങ്കര അതിർപ്പമുള്ളൊരു സാധനം കേട്ടോ അങ്ങനെയൊക്കെ പറയലുണ്ട്. പക്ഷേ ശരിക്കുള്ള മലയാളത്തിൽ നല്ല ഓമനത്തമുള്ള അല്ലെങ്കിൽ ഭയങ്കര അരുമയുള്ള സാധനം അങ്ങനെയൊക്കെ പറയാം. എന്തായാലും കവായ് പ്രൊഡക്ട്സൊക്കെ മാർക്കറ്റിൽ വരാൻ മെയിൻ റീസൺ കുറേ അനീംസും കാർട്ടൂൺസൊക്കെ ആണ്. ഏകദേശം 1970s വന്ന നമ്മുടെ ഹലോ കിറ്റിക്കൊക്കെ ഇതിൽ വലിയൊരു റോളുണ്ട്. അപ്പോൾ ഈ ജാപ്പനീസുകാർ കവായ് പ്രൊഡക്ട്സിനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊരു കവായ് കൾച്ചർ എന്ന് തന്നെ നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കവായ് പ്രൊഡക്ട്സൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വാങ്ങാനൊക്കെ തോന്നും. ഇപ്പോൾ ഈ ലാമ്പ് തന്നെ ആക്ച്വലി ഒരു ലാമ്പാണ്, ഒരു ഡെസ്ക് ആക്സസറിയാണ്, പിന്നെ നമുക്ക് പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഷാർപ്നറാണ്. ഇതൊക്കെ ഞാൻ വാങ്ങിയത് നമ്മുടെ തിങ്കാരു.in എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. മലയാളീസ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ആയും ചെയ്ത് ആൻഡ് വെരി അഫോർഡബിൾ ഓൾസോ. ഇപ്പം എൻ്റെ മോളുടെ ഡെസ്കിലാണ് സാധനം ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ഔട്ട് ദെയർ പേജ്.